രാവിലെ 5:30 നാട്ടിൽ നിന്ന് പുറപ്പെടണമെന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. അപ്പോൾ 5:30 ആയപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്, കുറച്ചുകൂടി ആളുകൾ വരാനുണ്ട്. അപ്പോൾ 6 മണിയായി, എല്ലാവരും എത്തി, ഞങ്ങൾ വണ്ടി പുറപ്പെട്ടു. 27 പേരാണ് ഞങ്ങൾ ഉള്ളത്. സിദ്ദീഖ് ടൂറിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ താമരശ്ശേരി എത്തി. നിലമ്പൂർ നാടുകാണി ചുരം വഴിയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ യാത്ര പുറപ്പെട്ടിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഞങ്ങൾ വണ്ടി സൈഡാക്കുകയാണ്, ഒന്ന് നിർത്തണം, രാവിലത്തെ ചായ കുടിക്കണം. വണ്ടി നിർത്തി എല്ലാവരും പുറത്തിറങ്ങി. ഇനി ചായ കുടിക്കാൻ പോവുകയാണ്. ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ പാർസലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഒരു ചായക്കടക്കാരൻ ഞങ്ങൾക്ക് സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയുള്ള ചായ ഞങ്ങൾ ഈ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അപ്പൊ വേസ്റ്റ് ഒക്കെ ഞങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഭദ്രമായിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അത് നിക്ഷേപിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ മാത്രമേ അത് നിക്ഷേപിക്കുള്ളൂ, റോഡ് സൈഡിലൊന്നും ഞങ്ങൾ നിക്ഷേപിക്കില്ല. ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര ആരംഭിച്ചു. സിദ്ദീഖിന്റെ പാട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പാടാൻ കൈവുള്ളവരുടെ പാട്ടുകളുണ്ട്, അതേപോലെ തന്നെ ഡാൻസുകളുണ്ട്. അടിപൊളിയായിട്ടാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. മൂത്രമൊഴിക്കാനും മറ്റുമായി ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തുന്നുണ്ട്. പാട്ടും ഡാൻസും കാരണം ഇപ്പോൾ എല്ലാവരും അല്പം ക്ഷീണത്തിലാണ്, ഒന്ന് വിശ്രമിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഗൂഡല്ലൂരിലെത്തി. യുക്കാലി മരങ്ങൾ തീർത്ത സൗന്ദര്യം ആസ്വദിക്കാനായി ഇപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. സിംഗിളായും ഡബിളായും ഗ്രൂപ്പായും ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുരങ്ങുകൾ അവർക്കുള്ള ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ബസിന്റെ ഗ്ലാസ്സിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പൈതുണ്ടോ എന്ന് നോക്കുകയാണ്. പൈത് കിട്ടിയാൽ അവർക്ക് വേണ്ടത് അവർ എടുത്തു കൊണ്ടുപോകും. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അതിനുശേഷം വണ്ടി വീണ്ടും നിർത്തിയതാണ്. ഉച്ച സമയമായി, ഏകദേശം 1:30 മണിയായി. ഞങ്ങൾ ബിരിയാണി പാർസലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും അത് കഴിക്കുകയാണ്. ചിക്കൻ ബിരിയാണിയാണ്. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അല്പനേരം വിശ്രമിക്കുകയാണ്. ഡ്രൈവറുടെ മനോഹരമായ പാട്ടുണ്ട്. ഡ്രൈവർ വളരെ മനോഹരമായി പാടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെട്ടു. കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെയും കലാപരമായ കഴിവുകൾ പുറത്തു ചാടുകയാണ്. ചിലര് പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, അതേപോലെ കോമഡികളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഊട്ടിയോട് അടുക്കുകയാണ്. ഊട്ടിയിലെത്തി. സമയം 4 മണിയോടെ അടുത്തു. ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ അടുത്താണ് ആദ്യം വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് ബൊട്ടാണിക്കൽ ഗാർഡന്റെ മുൻവശത്തൂടെ ഒക്കെ ഞങ്ങളൊന്ന് നടക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഊട്ടിയിൽ. ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. 6 മണിയോടെ അടുത്തു ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങൾ 2 വീട് ഇവിടെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. ഊട്ടി ടൗണിൽ നിന്നും കുറച്ച് ദൂരെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത വീട്. ഞങ്ങളൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീട്ടിലേക്ക് കയറുകയാണ്. ഇനി കുളിച്ച് ഫ്രഷ് ആവണം എല്ലാവർക്കും. അതിനുശേഷം ഇന്ന് രാത്രിയിലെ ഭക്ഷണമൊക്കെ ഞങ്ങൾ തന്നെ പാകം ചെയ്യുകയാണ്. വൈകുന്നേരം 6 മണിയോടെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിരുന്ന ഊട്ടിയിലെ ഞങ്ങളുടെ വീടുകൾക്കടുത്തെത്തി. 2 വീടുകളാണ് ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തത്. ഇപ്പോൾ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ചാളുകൾ രാത്രി ഭക്ഷണം വെക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. കിച്ചണും ഡൈനിങ് ഹാളും 2 ബെഡ്റൂമുകളും ചേർന്നതാണ് ഒരു വീട്. 2 വീട്ടിലും ഒരേ സൗകര്യങ്ങൾ തന്നെയാണ്. 2 പേര് ഉള്ളിയും തക്കാളിയും ഒക്കെ അരിയുകയാണ്. കുറച്ചു പേര് ഇവിടെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ആണ്. അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവിട്ട് കാണിക്കണം. അവിടെ ഭക്ഷണപാചകം, ഇവിടെ ഡാൻസ് കളി. ഭക്ഷണപാചകം, ഡാൻസ് കളി, ഭക്ഷണപാചകം, ഡാൻസ് കളി. നെയ്ച്ചോറാണ് വെക്കുന്നത്. പിന്നെ ബീഫ് കറി ഉണ്ട്, അതേപോലെ തന്നെ ചിക്കൻ കറിയും ഉണ്ട്. ബീഫ് കറി പറ്റാത്തവർക്ക് ചിക്കൻ കറി കഴിക്കാം, ചിക്കൻ പറ്റാത്തവർക്ക് ബീഫും കഴിക്കാം. പിന്നെ കുറച്ച് പച്ചക്കറിയും തയ്യാറാക്കും. എല്ലാവരും നല്ല വൈബിലാണ് കേട്ടോ. ഡാൻസ് കളിക്കാത്തവരായി ആരുമില്ല. ഡാൻസ് കളിക്കുന്നവരൊക്കെ ഭക്ഷണം പാകം ചെയ്യാനും കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നവർ ഇടയ്ക്ക് വന്ന് ഡാൻസ് ഒക്കെ കളിച്ച് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് കണ്ടിക്കം ബിജു ഒരു കട്ടൻ ചായ തയ്യാറാക്കുന്നുണ്ട്. കട്ടൻ ചായ തയ്യാറായിട്ടുണ്ട്. കട്ടൻ ചായക്ക് കൂട്ടാനായിട്ട് സിദ്ദീഖ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള 2 കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സിദ്ദീഖ് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കട്ടൻ ചായയും അതേപോലെ തന്നെ കേക്കും കഴിക്കുകയാണ്. അതിന്റെ കൂടെ ഡാൻസ് ഉണ്ട്. ഇത് ഞങ്ങളുടെ ഡ്രൈവറാണ്. ഊട്ടിയിൽ ഞാൻ ആദ്യമായിട്ടല്ല, അതേപോലെ ഞങ്ങളിൽ പലരും ആദ്യമായിട്ടല്ല. ഞാൻ എത്രയോ വട്ടം, അതായത് 10-ൽ കൂടുതൽ പ്രാവശ്യം ഊട്ടിയിൽ വന്നിട്ടുണ്ട്. ഫാമിലിയോടൊപ്പം വന്നിട്ടുണ്ട്, കൂട്ടുകാരോടൊപ്പം വന്നിട്ടുണ്ട്, അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഒറ്റക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും കിട്ടാത്ത ഒരു പ്രത്യേക വൈബാണ് ഇന്നത്തെ യാത്രക്കുള്ളത്. എല്ലാവരും ഒരേപോലെ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. ഇപ്പോൾ ഞങ്ങളുടെ നെയ്ച്ചോറും കറികളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രാത്രി 11 മണിയോടെ കിടന്നുറങ്ങി. രാവിലെ 6 മണി ആയപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് റെഡിയായി.
ഇതാ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതാ ഉപ്പുമാവും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഇതാ 3 പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഇതാ ഊട്ടിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എങ്കിലും ഇതാ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു പ്രത്യേക സുഖം. ഞങ്ങൾ താമസിക്കുന്നതിന്റെ മുൻഭാഗമാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. പുലർച്ചെ 5 മണിയോടുകൂടെ തന്നെ ഓരോരുത്തരായി എഴുന്നേറ്റു തുടങ്ങിയിരുന്നു. ഇപ്പോഴാ 7 മണിയായി. എല്ലാവരും കുളിച്ച് ഇതാ ഫ്രഷായി പുറപ്പെട്ടു കഴിഞ്ഞു. തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താൻ ഒരു കുഞ്ഞുവൻ. 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരി വെച്ച് കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പാട്ടുകളും ഡാൻസുകളും മാത്രമല്ല, നിതീഷിന്റെ ഇതേപോലുള്ള കോമഡി സ്ക്രിപ്റ്റുകളും ഉണ്ട്. 7:30 തന്നെ എല്ലാവരും ബസ്സിൽ കയറി. ആദ്യം ഡ്രൈവറുടെ വക ഒരു മനോഹരമായ പാട്ട്, അതിനുശേഷമാണ് ബസ് പുറപ്പെട്ടത്. എവിടേക്ക് നോക്കിയാലും മനോഹരമായ ഊട്ടിയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് യാത്ര. എത്ര തവണ വന്ന് മടങ്ങിപ്പോയാലും ഊട്ടി ഈ പ്രകൃതി ഭംഗിയും അതേപോലെ ഈ തണുപ്പും കൊണ്ട് നമ്മെ വീണ്ടും വീണ്ടും മാടി വിളിക്കും. രാവിലത്തെ ഒരു ചായക്കടയിൽ നിന്ന് കുടിക്കാൻ എല്ലാവർക്കും ആഗ്രഹം. അതിനുവേണ്ടി വണ്ടി നിർത്തിയതാണ്. ഇപ്പോഴിതാ ഞങ്ങൾ ആദ്യം എത്തിയത് ഒരു ടീ ഫാക്ടറി സന്ദർശിക്കാൻ വേണ്ടിയാണ്. അവരുടെ ഒരു ടാഗ് കയ്യിൽ കെട്ടിയ ശേഷം ടീ ഫാക്ടറി സന്ദർശിക്കാൻ വേണ്ടി നടക്കുകയാണ്. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി നടന്നു വേണം ടീ ഫാക്ടറിക്കുള്ളിലെത്താൻ. നടക്കുന്ന വഴികളൊക്കെ മനോഹരമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ടീ ഫാക്ടറിക്കുള്ളിലേക്ക് എത്തി. ചൂടാക്കി ജലാംശം പറ്റിച്ച തേയിലയാണ് പൊടിയായി മാറുന്നത്. വളരെ സമയം പല പല മെഷീനിലൂടെ കയറി ഇറങ്ങി പോയിട്ടാണ് അവസാനം ഇത് ചായപ്പൊടിയായി നമ്മുടെ യഥാർത്ഥ ചായപ്പൊടിയായി മാറുന്നത്. ഇവിടെ നിന്നും അടിപൊളിയായിട്ടുള്ള ഒരു ചായ നമുക്ക് ഫ്രീ ആയി കിട്ടും. പലതരം ചായപ്പൊടികളും അതേപോലെ ചോക്ലേറ്റുകളും അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ഇവിടെ വിൽപ്പനക്കായി ഇതിനുള്ളിലുണ്ട്. ചായ കഴിഞ്ഞ് ഒരു ചെറിയ ബോൾ ചോക്ലേറ്റും നമുക്ക് ഇതിനുള്ളിൽ നിന്നും ഫ്രീ ആയി കിട്ടും. ഇവിടെ സന്ദർശിക്കാനുള്ള ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. അവിടെ നിന്നും ഞങ്ങൾ നേരെ വന്നത് ഊട്ടി ലേക്കിലേക്കാണ്. അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ അവരവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പലതരം ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. എന്നെ പോലെ കുറച്ച് ആളുകൾ ഇത്തരം ആക്ടിവിറ്റികളിലൊന്നും ഏർപ്പെടാതെ കറങ്ങി നടപ്പാണ്. ഓരോരുത്തരുടെ ഇഷ്ടപ്രവൃത്തികളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കയറിയത് ടോയ് ട്രെയിനിലാണ്. ലേക്കിനുള്ളിലെ ഈ മിനി ട്രെയിൻ യാത്ര ഇതിനു മുൻപും നടത്തിയിട്ടുണ്ട്. അത് വലിയ സംഭവമൊന്നും അല്ല. എങ്കിലും എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് അത് വളരെ കോമഡിയൊക്കെ നിറഞ്ഞ ഒരു ട്രെയിൻ യാത്രയായിരുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭൂതിയായി അത് മാറി. ഈ യാത്രാ ദിവസങ്ങളും വേളകളും ഓരോരുത്തരും കുട്ടികളായി മാറിക്കഴിഞ്ഞിരുന്നു. വെറുതെ അല്ല പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന്. ഇത്തരം സന്ദർഭങ്ങളിൽ ആ കുട്ടി ഉണർന്നെഴുന്നേൽക്കും. ലേക്കിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്കും സമയം ഉച്ചയായി. ഇനി ഈ ഉച്ചയൂണ് കഴിക്കണം. ഇന്നത്തെ ഉച്ചയൂണ് ഹോട്ടലിൽ നിന്നാണ്, മഹാരാജാസ് ഹോട്ടലിൽ നിന്നാണ്. മഹാരാജാസ് ഹോട്ടലിൽ നിന്നും ഉച്ചയൂണ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. എല്ലാവരും ബസ്സിനടുത്തെത്തിയിട്ടുണ്ട്. ബസ്സിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ബ്രേക്കിന്റെ ഒരു ലൈനർ മാറ്റിയെടുക്കണം. അതൊരു അരമണിക്കൂർ കൊണ്ട് അത് മാറ്റിയെടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു. ഇനി ഞങ്ങൾ പോകുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. ഇപ്പോൾ ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡന്റെ മുന്നിലെത്തി. എല്ലാവരും ഗാർഡനുള്ളിലേക്ക് കയറുന്നില്ല. കുറച്ച് പേരൊക്കെ ഇതിനു മുൻപ് 1-2 പ്രാവശ്യമൊക്കെ ഗാർഡനിൽ സന്ദർശിച്ചവരാണ്. അപ്പൊ അവരൊക്കെ കയറാതെ പുറത്തുകൂടെയൊക്കെ ചുറ്റി നടന്നു. ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഊട്ടിയിൽ ഇപ്പോൾ ഫ്ലവറുകളൊക്കെ വളരെ കുറവാണ്, സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ. അതേപോലെ തന്നെ ആളുകളും തിരക്കും വളരെ കുറവാണ്. കാര്യമായി എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് സ്കൂളുകളിൽ നിന്ന് ടൂറിന് വന്ന കുട്ടികളെയാണ്. ഇപ്പോൾ ഗാർഡനിൽ വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമേ ഫ്ലവറുകളുള്ളൂ. സീസൺ ആവുന്നത്, അതായത് ഫ്ലവറുകളെ കൊണ്ട് ഊട്ടി ഭംഗിയാവുന്നത് മെയ് മാസത്തിലാണ്. മെയ് പാതിയാവുന്നതോടുകൂടി ഊട്ടി നിറയെ പൂവുകൾ കൊണ്ട് നിറയും. ആ സമയത്താണ് ഊട്ടിയിലെ ഫ്ലവർ ഷോയും നടക്കുന്നത്. ഗാർഡനിൽ നിന്നും ഞങ്ങൾ നേരെ വന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റിലും കുറെ ആളുകളൊക്കെ കയറി. കുറെ ആളുകളൊക്കെ പുറത്ത്, ഞങ്ങളൊക്കെ പുറത്താണ്. പൈൻ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിയില്ല. ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് കുറെ കുരങ്ങുകൾ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് വാവ ഒരു പേക്ക് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അവൻ ബിസ്ക്കറ്റ് കൊടുക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇനി ഞങ്ങൾ പോകുന്നത് മൊട്ടക്കുന്നിലേക്കാണ്. ഇതൊരു പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. ഇതിനുള്ളിലേക്ക് ഞങ്ങളൊക്കെ കയറുകയാണ്. ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. ഊട്ടി കൂടല്ലൂർ റോഡിലാണ് ഈ മൊട്ടക്കുന്നിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ച് പോകുന്ന വഴി തന്നെയാണ്. കുറച്ചു സമയം അവിടെ ചെലവഴിച്ച ശേഷം 6 മണിയോടുകൂടി ഞങ്ങൾ ബസ്സിൽ കയറി. ഇനി നാട്ടിലേക്കുള്ള യാത്രയാണ്.
ബസ്സിലിതാ പാട്ടും ഡാൻസും തുള്ളലും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ നാട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചപ്പോൾ മുതലുള്ള ആ ആവേശം ഒട്ടും ഇപ്പോഴും ചോർന്നിട്ടില്ല. എല്ലാവരും നല്ല ആവേശത്തിലും ആഹ്ലാദത്തിലും തന്നെയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും പാട്ടുകൾ പാടുന്നുണ്ട്. ഇവരുടെ കഴിവുകളൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. നാടുകാണി ചുരം കയറിയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയതെങ്കിലും വയനാട് ചുരം ഇറങ്ങിയാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. പുലർച്ചെ 2 മണിയോടുകൂടി ഞങ്ങളിതാ നാട്ടിലെത്തി. ചീക്കിലോട് ഓട്ടോ സ്റ്റാൻഡിൽ തന്നെയാണ് ബസ് വന്ന് നിർത്തിയത്. ഞങ്ങളൊക്കെ ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്.